ഫ്രണ്ട്സ് കാലത്ത് എണീറ്റപ്പോഴേ ഉരുളൻകിഴങ്ങും സവോളയും കൂടിയിട്ട് വറുത്തരച്ചിട്ട് കറി വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് തീരെ വയ്യായിരുന്നു. എണീറ്റപ്പോൾ തന്നെ എന്തോ ഭയങ്കര ഒരു അസ്വസ്ഥത, ഭയങ്കര തലവേദനയൊക്കെ. വാവച്ചിക്ക് ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു. ഈ ചൂടിൻ്റെ ആവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വഴുതനങ്ങ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിജയശേട്ടാ അതെനിക്ക് പൊട്ടിച്ച് കൊണ്ടുവന്ന് തന്നു. ഞാൻ പിന്നെ പരിപ്പ് ഉരുളൻകിഴങ്ങും സവോളയൊക്കെ കൂടിയിട്ട് വെറുതെ ഒരു നാളികേരം ഒന്ന് അരയ്ക്കാണ്ട് വെറുതെ ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒന്നും ഉണ്ടാക്കണില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടുപേരും കാലത്ത് ചോറിനുണ്ട്. മുട്ടയൊക്കെ പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ചോറിനുണ്ട്. അത് കാരണം ഞാനിന്നൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഞാൻ വേഗം വഴുതനങ്ങയൊക്കെ അരിഞ്ഞിട്ട് വേഗം അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ടിട്ട് ഉപ്പിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്പി കൂട്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ മാറ്റി വെക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമൊന്നും തൊടാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ നിറച്ച് വെള്ളമായിട്ട് ഇങ്ങനെ പിളി പോലെ ഇരിക്കും, രസം ഉണ്ടാവില്ല. അപ്പോൾ ഞാനതൊക്കെ തിരുമ്പി അവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ പരിപ്പിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് പുളി പിഴിഞ്ഞൊഴിക്കണില്ലേ. പുളി പിഴിഞ്ഞൊഴിക്കുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല. ഇങ്ങനെ വെച്ചാൽ ടേസ്റ്റാണ്. എന്നിട്ട് ഞാൻ വേഗം കടുകും വറ്റൽമുളക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ വേപ്പിലയും കൂടിയിട്ട് വറുത്തൊഴിച്ചു. അപ്പോൾ അങ്ങനെ ആ കറിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം ഇതൊക്കെ നന്നായിട്ട് തിരുമ്പി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉപ്പേരിക്ക്. അപ്പം അങ്ങനെ അതും ഞാൻ വേഗം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊന്നും പൊട്ടിക്കാണ്ട് അതിലിട്ട് കൊടുത്തു. പിന്നെ ഉണക്കമീൻ ഇരിക്കുന്നുണ്ട്, ഉണക്കമാന്തൽ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, അത് വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിജയശേട്ട അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ 2 വഴുതനങ്ങ ഇനി കിട്ടിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ തികയുമെന്ന് ചോദിക്കുകയായിരുന്നു. പക്ഷെ അത് മതി. അതുകൊണ്ട് വാവച്ചിക്ക് മണിക്കുട്ടനൊന്നും ഇത് വലിയ ഇഷ്ടമല്ല. അപ്പോൾ വിജയശേട്ടൻ കുറേ ദിവസമായി പറയണം എന്നോട് വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ പിന്നെ അത് ഉപ്പേരി ഉണ്ടാക്കാമല്ലോ വിചാരിച്ചു. എന്നിട്ട് ഞാൻ വേഗം പരിപ്പ് കറിയൊക്കെ കുക്കറിൽ മാറ്റി അത് കഴുകിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ടേ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വാവച്ചിക്ക് ഭയങ്കര തലവേദനയും ഛർദ്ദിയൊക്കെ ആയിരുന്നു. മൈഗ്രെയിൻ്റെ എന്ന് തോന്നുന്നുണ്ട്. അത് കാരണം ആൾ ഇന്നലെ വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം അവൾക്കൊരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ കട്ടൻ ചായ കൊടുത്തപ്പോൾ എന്നോട് ചോദിക്കുകയായിരുന്നു, എന്താ കട്ടൻ ചായ പാൽ ചായ ഇല്ലേന്ന്. പാല് വാങ്ങാനായിട്ട് ഞാൻ മറന്നതല്ല, പാലുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഉത്രാളിക്കാവ് പൂരായ കാരണം അവർക്ക് മുടക്കായിരുന്നു. അപ്പോൾ പാലൊക്കെ ചേട്ടനും അനിയത്തിയും കൂടിയിട്ട് ചായയൊക്കെ വെച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം വിജയശേട്ടനൊന്നും പോയി വാങ്ങിച്ചില്ല. അപ്പം ഇന്ന് കട്ടൻ ചായ കുടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കട്ടൻ ചായയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും വല്ല ചൂട്ടോടക്കനെ വല്ല കഞ്ഞിയോ എന്തെങ്കിലും കൊടുത്തിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം ഉണക്കമീനൊക്കെ നന്നാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതൊക്കെ അതിൻ്റെ തലയുടെ അവിടുത്തെ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. കറുത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് കഴുകി വെച്ചപ്പോഴേക്കും ഗ്യാസ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗ്യാസ് ഇരിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഇനി വൈകിട്ട് അതൊക്കെ ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ ഉപ്പേരും ചാറുകറിയൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ വേഗം വിജയശേട്ട അതെനിക്ക് ഫിറ്റ് ചെയ്ത് തന്നു. അപ്പോൾ പിന്നെ ഞാൻ വേഗം മീനും വറുത്തു. അപ്പോൾ ഈ പരിപ്പ് കറിയൊക്കെ ഉണ്ടെങ്കിൽ വല്ല ഉണക്കമീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ രസമല്ലേ. അതൊക്കെ വറക്കാനായിട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതൊക്കെ ആയി വന്നു. എന്നിട്ട് ഞാൻ വേഗം വിജയശേട്ടനെ എനിക്ക് ചോറാക്കി. വാവിച്ച് ഇന്ന് പോകണില്ല. പിന്നെ മണിക്കുട്ടന് സ്റ്റഡി ലീവ് ആയ കാരണം ആൾ വീട്ടിലിരുന്ന് പഠിക്കുകയാണ്. പിന്നെ വൈകിട്ട് ട്യൂഷനുണ്ട്. അപ്പോൾ ഞാൻ വേഗം ചോറൊക്കെ ആക്കിയതിന് ശേഷം ചോറിൻ്റെ മുകളിൽ വഴുതനങ്ങ ഉപ്പേരിയും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ വേഗം ഒരു പാത്രത്തിൽ പരിപ്പ് കറി ആക്കി കൊടുത്തു. അപ്പം അങ്ങനെ നല്ല നല്ല വീഡിയോകളായിട്ട് വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.